നിങ്ങൾ റെയിൽവേ ട്രാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നോക്കി ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ റെയിൽവേ ട്രാക്കിന്റെ ചുറ്റും ഇത്രയധികം കല്ലുകൾ എന്തിനാണെന്ന്? അല്ലെങ്കിൽ ഇങ്ങനെ കല്ലുകൾ ഇടുന്നതിന് പകരം കോൺക്രീറ്റ് ചെയ്താൽ പോരെ? അതുമല്ലെങ്കിൽ ട്രാക്കിൽ മണ്ണ് മാത്രം പോരെ, എന്തിനാണ് ഇങ്ങനെ കല്ലുകൾ ഇടുന്നത്? ഇങ്ങനെയൊക്കെ നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകും. സത്യത്തിൽ നമുക്ക് വെറുതെ കിടക്കുന്ന കല്ലുകൾ പോലെ തോന്നുന്ന ഇവയാണ് ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള ട്രെയിനുകളെ സുരക്ഷിതമായി ഓടിക്കാൻ സഹായിക്കുന്ന അദൃശ്യരായ ഹീറോകൾ. ഈ വീഡിയോയിൽ ആ കല്ലുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു സാധാരണ ചരക്ക് ട്രെയിനിന്റെ ഭാരം ആയിരക്കണക്കിന് ടൺ വരും. ആ ഭാരം മുഴുവൻ രണ്ട് ചെറിയ സ്റ്റീൽ ട്രാക്കുകളിലൂടെയാണ് നിലത്തേക്ക് എത്തുന്നത്. അതായത് ഉദാഹരണത്തിന് നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ കടൽ തീരത്ത് നടക്കുമ്പോൾ ചെരുപ്പില്ലാതെ മണലിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാല് താഴേക്ക് താഴുമല്ലേ? എന്നാൽ അതേ സ്ഥലത്തൊരു വലിയ മരപ്പലക വെച്ച് അതിനു മുകളിൽ നമ്മൾ നിന്നാലോ? അത് താഴില്ല. കാരണം ആ ഭാരം കൂടുതൽ ഭാഗത്തേക്ക് പടർന്നു പോകുന്നു. റെയിൽവേ ട്രാക്കിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ട്രെയിനിന്റെ ഭാരം നേരിട്ട് മണ്ണിലേക്ക് പോവുകയാണെങ്കിൽ മണ്ണ് താഴ്ന്നു പോകും, ട്രാക്ക് വളയും, അപകട സാധ്യത വർദ്ധിക്കും. അതിനാൽ ഭാരം ഒരേപോലെ പരത്താൻ ട്രാക്കിന് താഴെയായി പ്രത്യേക തരത്തിലുള്ള കല്ലുകൾ വിരിക്കുന്നു. ഈ കല്ലുകൾക്ക് റെയിൽവേയുടെ ഭാഷയിൽ ബാലസ്റ്റ് സ്റ്റോൺസ് എന്നാണ് പറയുന്നത്. ഇവ വെറും കല്ലുകളല്ല, വളരെ കഠിനമായ പാറകൾ പൊട്ടിച്ചുണ്ടാക്കുന്ന പ്രത്യേകതരം കല്ലുകളാണ്. ട്രെയിൻ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ സമ്മർദ്ദം ഇവ പല ദിശകളിലേക്കുമായി പടർത്തുന്നു. അതുകൊണ്ട് ഒരു സ്ഥലത്ത് മാത്രം അമിത ഭാരം വരില്ല. പക്ഷേ ഇത് മാത്രമല്ല, ട്രെയിൻ ഓടുമ്പോൾ വലിയ തോതിൽ കുലുക്കങ്ങളും വൈബ്രേഷനുകളും ഉണ്ടാകും. നിങ്ങളൊരു വാഷിംഗ് മെഷീൻ സ്പിൻ മോഡിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ അത് കുലുങ്ങുന്നത് കണ്ടിട്ടുണ്ടാകും. അതുപോലെ ട്രെയിനും കുലുക്കങ്ങൾ സൃഷ്ടിക്കുന്നു. കല്ലുകളില്ലെങ്കിൽ ആ കുലുക്കങ്ങൾ നേരിട്ട് ട്രാക്കിനെയും മണ്ണിനെയും ബാധിക്കും. എന്നാൽ ഈ കല്ലുകൾ ഒരു വലിയ ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിച്ച് കുലുക്കങ്ങളെ ആഗിരണം ചെയ്യുന്നു. അതുകൊണ്ടാണ് യാത്ര കൂടുതൽ സുരക്ഷിതമാകുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യം, മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ട്രാക്കിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ മണ്ണ് ദുർബലമാകും. പിന്നീട് ട്രാക്ക് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ കല്ലുകൾക്കിടയിൽ ധാരാളം വിടവുകൾ ഉള്ളതിനാൽ മഴവെള്ളം വളരെ വേഗം താഴേക്ക് ഒഴുകിപ്പോകും. വെള്ളം കെട്ടി നിൽക്കില്ല. ഇത് ട്രാക്കിന്റെ ആയുസ് കൂട്ടുന്നു. ഒരു വീടിന്റെ അടിത്തറ ദുർബലമാണെങ്കിൽ ആ വീട് എത്ര മനോഹരമായാലും അത് സുരക്ഷിതമാകില്ല. അതുപോലെ റെയിൽവേ ട്രാക്കിന്റെ യഥാർത്ഥ ശക്തി മുകളിലെ സ്റ്റീൽ ട്രാക്കുകളിൽ മാത്രമല്ല, അതിനടിയിലുള്ള ഈ ചെറിയ കല്ലുകളിലും കൂടിയാണ്. ഇനി ആർക്കും തോന്നാവുന്ന മറ്റൊരു സംശയം, ഇവിടെ കല്ലുകൾക്ക് പകരം കോൺക്രീറ്റ് ചെയ്താൽ പോരെ? കേൾക്കുമ്പോൾ നല്ല ആശയമായി തോന്നാം. പക്ഷേ സിമന്റിന് വൈബ്രേഷൻ ആഗിരണം ചെയ്യാനുള്ള കഴിവ് കുറവാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഷോക്ക് അബ്സോർബറുകൾ പോലെ ഇത് പ്രവർത്തിക്കില്ല. മെയിൻ്റനൻസും ബുദ്ധിമുട്ടാണ്. ഒരു ഭാഗം കേടായാൽ മുഴുവൻ പൊളിക്കേണ്ടി വരും. എന്നാൽ കല്ലുകൾ ഉപയോഗിക്കുമ്പോൾ കേടായ ഭാഗത്തെ കല്ലുകൾ മാത്രം മാറ്റിയാൽ മതി. അതുകൊണ്ടാണ് ലോകത്തിന്റെ ഭൂരിഭാഗം റെയിൽ പാതകളിലും ഇന്നും കല്ലുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത തവണ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കുക. നിങ്ങൾ കാണുന്ന ആ ചെറിയ കല്ലുകൾ വെറും കല്ലുകളല്ല. ആയിരക്കണക്കിന് യാത്രക്കാരുടെ സുരക്ഷയും ലക്ഷക്കണക്കിന് ടൺ ചരക്കുകളുടെ സ്ഥിരതയും ഉറപ്പാക്കുന്ന ഒരു അത്ഭുത എഞ്ചിനീയറിംഗ് സംവിധാനത്തിന്റെ ഭാഗമാണവ. ചെറുതാണെങ്കിലും ട്രെയിൻ പാളം തെറ്റാതെ മുന്നോട്ട് പോകുന്നതിൽ ഇവയുടെ പങ്ക് വളരെ വലുതാണ്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്